ഇത് ക്ലാസ് 5 ബേസിക് സയൻസിൻ്റെ തുടർച്ചയാണ്. അതായത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 1 പേജ് നമ്പർ 16 വരെയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാർട്ട് 2 കാണുക. ഇത് 17-ാം പേജ് തൊട്ടാണ് ഇതിൽ പറയുന്നത്. നോക്കാം നമുക്ക്. ഫ്രം വിച്ച് ഓർഗാനിസംസ് ഡു ഓൾ ദ ഫുഡ് ചെയിൻ ബിഗിൻ? അതായത് ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് ഈ ഫുഡ് ചെയിൻ, നമ്മൾ ഫുഡ് ചെയിനെ കുറിച്ച് പഠിച്ചു. അതിൽ ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് എല്ലാ ഫുഡ് ചെയിനും ബിഗിൻ ചെയ്യുന്നത്, ആരംഭിക്കുന്നത്? ഡോണ്ട് ദേ ഓൾസോ നീഡ് ഫുഡ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്? അവർക്കും ആവശ്യമില്ലേ, ഫുഡ് ആവശ്യമില്ലേ നിലനിൽക്കാനായിട്ട്? വേർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ്? അവർക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത്? നമ്മൾ കണ്ടു ഫുഡ് ചെയിൻ, ഏതൊരു ഫുഡ് ചെയിൻ എടുത്താലും അതിൻ്റെ തുടക്കം, അതായത് ആദ്യത്തെ ചെയിൻ ആരംഭിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗ്രാസ് പ്ലാന്റ്സ് അങ്ങനെയുള്ള ചെടികളിൽ നിന്നാണ് ആദ്യത്തെ ഫുഡ് ചെയിൻ്റെ ആദ്യത്തെ ലിങ്ക് തുടങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ഏതൊരു ലിങ്ക് എടുത്താലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ തുടക്കക്കാർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിലെ ഫുഡ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്? ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ, അതായത് തന്നിരിക്കുന്ന പടം നിരീക്ഷിക്കൂ. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദ ഫുഡ്? എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു പ്ലാന്റ്സിന് ഫുഡ് നിർമ്മിക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത്? നമ്മൾ ചിത്രത്തിൽ കാണാം. ലൈറ്റ്, അതായത് സൂര്യപ്രകാശം, സൺലൈറ്റ് ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. വാട്ടർ ആവശ്യമാണ്. ഈ സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവ ഉപയോഗിച്ചിട്ട് ചെടികൾ ഭക്ഷണം നിർമ്മിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വിടുന്നതാണ് ഏത്? ഓക്സിജൻ. Plants make food using carbon dioxide and water. For this they use the energy from sunlight. അതായത് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചാണ്. അതിന് ഏത് എനർജി കൂടി വേണം? സൺലൈറ്റിൻ്റെ എനർജി കൂടി വേണം. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഈ ആക്ടിവിറ്റി, ഒരു പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെൻറ്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലീവ്സിലുള്ള ഒരു പിഗ്മെൻറ്റ്, ഒരു സൂക്ഷ്മ കണിക കൂടി ഉണ്ട് ലീവ്സിൽ, അതിനെയാണ് പറയുന്നത് ക്ലോറോഫിൽ. ഈ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഏതാണ്? ഈ ക്ലോറോഫിൽ എന്ന ഈ പിഗ്മെൻ്റാണ് ഇലകൾക്ക് പച്ചനിറം നൽകുന്നത്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് വിടുന്ന പുറത്തേക്ക്, സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകമാണ് ഓക്സിജൻ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവ ഉപയോഗിച്ച് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ചെടികൾ പുറത്തേക്ക് വിടുന്ന വാതകമാണ് ഓക്സിജൻ. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. സാധാരണയായി ജീവനുള്ളവയ്ക്കെല്ലാം ശ്വസിക്കാൻ ആവശ്യമായ വാതകം ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. എന്നാൽ പ്രകാശ സംശ്ലേഷണം നടക്കാതെ സാധാരണ ശ്വസനം, അതായത് ശ്വസിക്കുന്ന സമയത്ത്, ചെടികൾ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. Source of energy. You have seen that sunlight is necessary for food production in plants. അതായത് പ്ലാന്റ്സിൻ്റെ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ആക്ടിവിറ്റിയിൽ ഏത് സോഴ്സിൽ നിന്നാണ് എനർജി കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്നാണ് എനർജി കിട്ടുന്നത്. ത്രൂ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്? ഏത് ഭാഗത്തു കൂടെയാണ് പ്ലാന്റ്സ്, ചെടികൾ മെയിനായിട്ട് സൺലൈറ്റ് ആഗിരണം ചെയ്യുന്നത്? ഒബ്സർവ് ദിസ് പിക്ചർ, അതായത് ഈ പടം നിരീക്ഷിക്കൂ. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. അതായത് ചെടികളിലെ ഇലകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അവയ്ക്ക് മാക്സിമം, കൂടുതലായും സൺലൈറ്റ് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ശ്രദ്ധിക്കൂ. ഡു യു ഫൈൻഡ് എനി സ്പെഷ്യൽ ഫീച്ചേഴ്സ്? എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ
മനസ്സിലാക്കാനായോ? നമുക്കറിയാം താഴെ തന്നിരിക്കുന്ന ചെടികളിൽ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത് പല രീതിയിലാണ്. അതായത് ഒരുപോലെ എല്ലാ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവയ്ക്ക് മാക്സിമം സൺലൈറ്റ് കിട്ടണ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. Observe the plants in your surroundings and group them according to the similarly in the arrangement of leaves. അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെടികളെ നിരീക്ഷിച്ച് അതിനെ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, അതായത് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിക്ക് അനുസരിച്ച് അവയെ ഗ്രൂപ്പ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Draw the arrangement of leaves of various plants and prepare an album. ഒരു ആൽബം, അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, വാരിയസ് പ്ലാന്റ്സ്, പലതരത്തിലുള്ള ചെടികളുടെ ലീവ്സ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, എങ്ങനെയാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് വരച്ച് അതൊരു ആൽബമാക്കി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ, അതായത് ഇലകളുടെ പച്ച നിറത്തിൽ പിന്നിലുള്ള കാരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറലായിട്ട് നമ്മൾ കാണുന്ന, സാധാരണയായിട്ട് കാണുന്ന എല്ലാ ലീവ്സിനും നമ്മൾ പച്ച നിറത്തിലാണ് കാണുന്നത്. ബട്ട് യു മസ്റ്റ് ഓൾസോ ഹാവ് നോട്ടീസ്ഡ് മൾട്ടി കളേർഡ് ലീവ്സ്. പക്ഷേ നമ്മൾ ചില സ്ഥലത്തൊക്കെ പലതരത്തിൽ കളറുകൾ ഉള്ള ഇലകളും കാണാറുണ്ട്. കളക്ട് ഡിഫറെൻറ്റ് കളേർഡ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്, അതായത് പല കളറിലുള്ള ഇലകൾ നിങ്ങളുടെ ചുറ്റുപാട് നിന്ന് എന്ത് ചെയ്യണം? ശേഖരിക്കണം. റബ് ദ കളക്റ്റഡ് ലീവ്സ് ഓൺ എ ബ്ലോട്ടിംഗ് പേപ്പർ, ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ അതൊന്ന് ഉരച്ച് നോക്കുക. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ, താഴെ തന്നിരിക്കുന്ന ടേബിളിൽ അത് നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഫ്രം ദ ടേബിൾ ഇൻ ദ സയൻസ് ഡയറി, അത് നിങ്ങളുടെ സയൻസ് പുസ്തകത്തിലും എഴുതുക. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള കണങ്ങളാണ്. ലീവ്സിലുള്ള പച്ച നിറത്തിന്, അതായത് പച്ച നിറത്തിന് കാരണമാകുന്ന പിഗ്മെൻറ്റ്സ് ആണ് എന്ത്? ക്ലോറോഫിൽ. ഡൈവേഴ്സിറ്റി ഇൻ കളർ, അതായത് കളറിലുള്ള, നിറത്തിലുള്ള വ്യത്യസ്തത. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ, സ്കൂളിലുള്ള ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, പൂന്തോട്ടം നിരീക്ഷിക്കൂ. ക്യാൻ യു സീ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ പലതരത്തിലുള്ള ലീവ്സ്, ഇലകളും പൂക്കളും. യു ഹാവ് സീൻ ദാറ്റ് ദ റീസൺ ഫോർ ദ ഗ്രീൻ കളർ ഈസ് ക്ലോറോഫിൽ, ഹാവൻറ്റ് യു, അതായത് നിങ്ങൾക്ക് മനസ്സിലായി ഗ്രീൻ കളർ പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് ദാറ്റ് കോസ് അതർ കളേഴ്സ്, അപ്പോൾ മറ്റ് കളറിന്, നിറങ്ങൾക്ക് കാരണമായ പിഗ്മെൻറ്റ്സ് ഏതായിരിക്കും? ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട്, താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് നോക്കി കണ്ടുപിടിക്കൂ. റെഡ് കളറിന് കാരണമായ പിഗ്മെൻറ്റ് എന്താണ്? ആന്തോസാമിൻ. ഓറഞ്ച് കളറിന് ഏതാണ്? അതേതാണ്? കരോട്ടിൻ. യെല്ലോ സാന്തോഫിൽ. അപ്പം അങ്ങനെ പല കളറിനും കാരണമായ പിഗ്മെൻറ്റ്സ് ആണ് ആ പെട്ടിയിൽ തന്നിരിക്കുന്നത്. ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിൽ വാതക കൈമാറ്റം എങ്ങനെയാണ് നടക്കുന്നത്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്, അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന വാതകം എന്ന്. വിച്ച് ഓഫ് ദീസ് ഗ്യാസസ് ആർ യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസംസ് ഫോർ റെസ്പിറേഷൻ, പക്ഷേ ഏത് ഗ്യാസസ് ആണ് ജീവനുള്ള ഓർഗാനിസംസ്, ജീവികൾ റെസ്പിറേഷൻ, അതായത് ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഈസ് ദർ ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത് എന്ന് ആ കുട്ടി ആലോചിക്കുകയാണ്. ലുക്ക് അറ്റ് ദ ഇലുസ്ട്രേഷൻ ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് തന്നിരിക്കുന്ന ഒരു ചിത്രം നോക്കൂ, അതായത് ഓരോ വാതകങ്ങളും അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം ഉണ്ട് എന്നതാണ് ആ പടത്തിൽ തന്നിരിക്കുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി, അതായത് ലിവിങ് തിങ്സ് ജീവനുള്ളവ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുന്നത് ടു ഗെറ്റ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി, ജീവനുള്ളവയിൽ ഏതും പെട്ടു, പ്ലാന്റ്സും പെട്ടു. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ പ്ലാന്റ്സിനും എന്ത് വേണം? എനർജി വേണം. അപ്പോൾ പ്ലാന്റ്സിലും ശ്വസനം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഷുഡിൻറ്റ് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു ഒബ്റ്റെയിൻ എനർജി, അതായത് പ്ലാന്റ്സിന് എനർജി ലഭിക്കാനായിട്ട് ശ്വസനം പ്ലാന്റ്സിൽ നടക്കുന്നില്ലേ? യെസ്, റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു, അതായത് പ്ലാന്റ്സിൽ ജീവനുള്ളവയിലെല്ലാം എന്ത് നടക്കുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിലും റെസ്പിറേഷൻ, ശ്വസനം നടക്കുന്നുണ്ട്. ഓൾ ലിവിങ് ബീയിങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ, അതായത് എല്ലാ ജീവനുള്ളവയും
റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്, അതായത് പുറത്തേക്ക് വിടുന്നു. അനിമൽസ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അനിമൽസും ശ്വസന സമയത്ത് പുറത്തേക്ക് വിടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. അതായത് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചു, പ്ലാന്റ്സ് റെസ്പിറേഷൻ സമയത്ത്, ശ്വസന സമയത്ത് പുറത്തേക്ക് വിടുന്നത് ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതായത് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണ സമയം ആഗിരണം ചെയ്യുന്നത് അവർ റെസ്പിറേഷൻ, അതായത് ശ്വസന സമയത്ത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും അവർ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തേക്ക് വിടുന്നു. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. അതായത് ഈ എയർ പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏതിൽ കൂടെയാണ്? ലീവ്സ്, ഇലകളിൽ കൂടെയാണ്. ലെറ്റ് us എക്സാമിൻ വെദർ ദർ ഈസ് എനി സ്പെഷ്യൽ പാർട്ട് ഇൻ ദ ലീവ്സ് ഫോർ ദിസ്. ഇതിനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക അവയവമോ എന്തെങ്കിലും ഒരു ഭാഗമോ ചെടിക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ലീഫ് ലെയർ ഇൻ എ മൈക്രോസ്കോപ്പ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. അതായത് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഇല ഒന്ന് നിരീക്ഷിക്കുക, എന്നിട്ട് നമ്മൾ അത് ഒന്ന് വരയ്ക്കുക, സയൻസ് ഡയറിയിൽ വരയ്ക്കാം. എ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നാക്കഡ് ഐസ്. അതായത് എ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? എങ്ങനത്തെ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്? അതായത് മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നാക്കഡ് ഐസ്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. These microscopic pores in the leaves are known as stomata. അതായത് ഈ മൈക്രോസ്കോപ്പിക് കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന സൂക്ഷ്മ ദ്വാരങ്ങളുണ്ട് ലീവ്സിൽ. ആ ദ്വാരങ്ങളെയാണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ, സുഷിരങ്ങളെയാണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. അതായത് പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് ഈ അറ്റ്മോസ്ഫിയറിക് എയർ, അതായത് പ്രകൃതിയിൽ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള എയർ ഈ പോൾസ്, ഈ ദ്വാരത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ഈ സുഷിരത്തിൽ കൂടിയാണ് പ്ലാന്റ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഓൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോൾസ്. കൂടാതെ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഈ പോൾസിൽ കൂടെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എന്നാൽ ഡ്യൂറിങ് റെസ്പിറേഷൻ, അതായത് ശ്വസന സമയത്ത് ഓക്സിജൻ ആഗിരണം ചെയ്ത് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഒബ്സർവ് ദ ഇലൂസ്ട്രേഷൻ, അതായത് തന്നിരിക്കുന്ന പടം നിരീക്ഷിക്കൂ. ഡേ ടൈമിൽ എന്താണ്? റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും നടക്കുന്നുണ്ട്. അതായത് ഡേ ടൈമിൽ പകൽ സമയത്ത് റെസ്പിറേഷൻ, ശ്വസനവും ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ്? റെസ്പിറേഷൻ ടൈമിൽ എന്ത് ചെയ്യും? ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇനി നൈറ്റ് ടൈമിൽ റെസ്പിറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, ഫോട്ടോസിന്തസിസ് നടക്കില്ല. കാരണം എന്താണ്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ നൈറ്റ് ടൈമിൽ റെസ്പിറേഷൻ, ശ്വസനം മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ? ഡിസ്കസ്. അതായത് പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമാണോ പുറത്തേക്ക് വിടുന്നത്? ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്, അതായത് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? വിരുന്നുകാർ. അതായത് നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നവരെയല്ലേ നമ്മൾ ഗസ്റ്റ് എന്ന് പറയുക. അതുപോലെ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്, അതായത് ഹോസ്റ്റ് പ്ലാന്റും ഉണ്ട്, ഗസ്റ്റ് പ്ലാന്റും ഉണ്ട്. അതായത് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന പ്ലാന്റ്സ് ആണ് എന്ത്? ഹോസ്റ്റ് പ്ലാന്റ്സ്. ഇനി ഗസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഗസ്റ്റ് പ്ലാന്റ്സ്. ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? എല്ലാ പ്ലാന്റ്സും ഭക്ഷണം ഉണ്ടാക്കുമോ?
ഇനി മാംഗോ ട്രീ, അവിടെ കുറച്ച് സസ്യങ്ങളുണ്ട്. അതായത് ഹോസ്റ്റ് പ്ലാന്റ് ആണ് മാംഗോ ട്രീ. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് സസ്യങ്ങളുണ്ട്. അപ്പോൾ അവരെന്താ പറയണതെന്ന് നമുക്ക് നോക്കാം. ഐ ആം മാംഗോ ട്രീ. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. മാംഗോ ട്രീ എന്താണ്? ഹോസ്റ്റ് പ്ലാന്റ് ആണ്. അതെന്താണ് പറയുന്നത്? ഞാൻ മാംഗോ ട്രീ. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം തനിയെ ഉണ്ടാക്കുന്നു. അടുത്തത് ഐ ആം വാണ്ട. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. പക്ഷെ പിന്നെ വാണ്ട പറയുന്നത് എന്താണ്? ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ്. ഞാൻ എൻ്റെ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും. എനിക്ക് ആവശ്യമായ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും. പക്ഷേ ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. പക്ഷെ എനിക്ക് വളരണമെങ്കിൽ എന്താണ്? മറ്റൊരു സസ്യത്തിന് ആവശ്യം ആണ്. ഐ ആം ലൊറാന്തസ്. ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ്. ഞാനാണ് ലൊറാന്തസ്. ഞാൻ എൻ്റെ ഫുഡ് തനിയെ ഉണ്ടാക്കും. ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. പക്ഷേ എന്തു ചെയ്യും? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ വാട്ടറും മിനറൽസും ഞാൻ എടുക്കും. ഐ ആം കസ്ക്യൂട്ട. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാനാണ് കസ്ക്യൂട്ട, അതായത് മൂടില്ലാത്ത ആളി. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യില്ല. ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എന്തു ചെയ്യും? അബ്സോർബ് ദ ന്യൂട്രിയൻസ്, ഭക്ഷണം ആഗിരണം ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഗസ്റ്റ് പ്ലാന്റുകളെയാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. You have observed the conversation among the mango tree, Loranthus, Cuscuta and Vanda, haven't you? അതായത് നിങ്ങൾ കേട്ടില്ലേന്ന് കോൺവെർസേഷൻ, അതായത് സംഭാഷണം. മാംഗോ ട്രീ, ലൊറാന്തസ്, കസ്ക്യൂട്ട ആൻഡ് വാണ്ട തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ? വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അതിലേതൊക്കെ സസ്യങ്ങളാണ് അവർ സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കുന്നത്? ദീസ് പ്ലാന്റ്സ് ഗെറ്റ് ദ സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ ദ സെയിം വേ. ഈ പ്ലാന്റ്സിനൊക്കെ അവർക്ക് ആവശ്യമായ സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ലഭിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണോ? ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ. പക്ഷേ മറ്റ് സസ്യങ്ങളുടെ ശാഖകളിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്? വേർ ഡസ് ദ മാംഗോ ട്രീ ഗെറ്റ് ഇറ്റ്സ് വാട്ടർ ഫ്രം. മാംഗോ ട്രീക്ക് എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്? ഹൗ അബൌട്ട് വാണ്ട ആൻഡ് ലൊറാന്തസ്. വാണ്ട, ലൊറാന്തസ് ഈ രണ്ട് സസ്യങ്ങൾക്കും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് വാണ്ട. വാണ്ടയുടെ ചിത്രം നോക്കൂ. മരവാഴയാണ് വാണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവാഴ. ഡോണ്ട് യു സീ ടു ടൈപ്സ് ഓഫ് റൂട്ട്സ്. അതായത് വാണ്ടയ്ക്ക് രണ്ട് തരത്തിലുള്ള റൂട്ട്സ് നിങ്ങൾക്ക് കാണാനില്ലേ? വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് ദീസ് റൂട്ട്സ്. ഈ റൂട്ട്സിൻ്റെ ഫങ്ഷൻ എന്താണ്? വേർ ടു ദ തിക്ക് വൈറ്റ് റൂട്ട്സ് ഗ്രോ ടു. അതായത് ഒരു നല്ല കട്ടിയുള്ള വൈറ്റ്, വെള്ള റൂട്ട്സ്, വേരുകൾ അത് കാണാനുണ്ട്. അത് എവിടേക്കാണ് വളരുന്നത്? ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ വാണ്ട ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. അതായത് വാണ്ടയുടെ സ്മോൾ റൂട്ട്സ്, ചെറിയ റൂട്ട്സ് എന്തിനാണ് സഹായിക്കുന്നത്? ക്ലിങ്ങിങ്, മുറുകെ പിടിച്ചുകൊണ്ട് ആ ട്രീമെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് വളരുവാനായിട്ട് സഹായിക്കുന്നു. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അതായത് നല്ല കട്ടിയുള്ള റൂട്ട്സ് എന്തിനാണ് സഹായിക്കുന്നത്? അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നതിന് സഹായിക്കുന്നു. ദ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അവർ ഹോസ്റ്റ് പ്ലാന്റിനെ, അതായത് ഈ ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത് ആ സസ്യത്തിനെയാണ് ഹോസ്റ്റ് പ്ലാന്റ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ഫോർ ഹാബിറ്റേറ്റ്, വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് എപ്പിഫൈറ്റ്സ്. ഓർക്കിഡുകളാണ് എപ്പിഫൈറ്റ്സിന് ഉദാഹരണം. ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പീക്വാലിറ്റീസ് ഓഫ് ദ റൂട്ട്സ്. അതായത് എപ്പിഫൈറ്റ്സിനെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ റൂട്ട്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ഈ എപ്പിഫൈറ്റ്സിൻ്റെ വളർച്ച ഈ ഹോസ്റ്റ് പ്ലാന്റിന് ദോഷകരമാകുമോ? ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ലൊറാന്തസ്. ലൊറാന്തസിൻ്റെ റൂട്ട്സിൻ്റെ വേരിൻ്റെ പിക്ചർ ശ്രദ്ധിക്കൂ. വേർ ഡു ദ റൂട്ട്സ് ഗ്രോ ടു. അവരുടെ റൂട്ട്സ് എവിടേക്കാണ് വളരുന്നത്? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലൊറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്സ്. ലൊറാന്തസിന് അതിൻ്റെ പ്രത്യേക വേരുകൾ കൊണ്ട് എന്താണ് ഗുണമുള്ളത്? ലൊറാന്തസ് മേക്സ്
ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ലോറാന്തസ് എങ്ങനെയാണ് ഫുഡ് നിർമ്മിക്കുന്നത്? അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വെള്ളവും മിനറൽസും സ്വീകരിച്ചിട്ട്. ദെയർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലോറാന്തസ് ആർ കോൾഡ് സെമി പാരസൈറ്റ്സ്. അതുകൊണ്ട് ലോറാന്തസ് പോലെയുള്ള ചെടികളെ എന്താണെന്ന് പറയുന്നത്? സെമി പാരസൈറ്റ്സ്. ഒബ്സർവ് ദ കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ ദ പ്ലാന്റ്. അതായത് കസ്ക്യൂട്ടേനെ മുടില്ല താളിയെ നിരീക്ഷിക്കൂ. വാട്ട് കളർ ഈസ് ഇറ്റ്? അതിനെന്താണ് കളർ? ഡു യു സീ ലീവ്സ്? അതിന് ഇലകൾ കാണുന്നുണ്ടോ? ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? കസ്ക്യൂട്ടയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമോ? ഫുഡ് ഉണ്ടാക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ? വേർ ഡു ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ ടു? അതിൻ്റെ റൂട്ട്സ് എവിടേക്കാണ് വളരുന്നത്? കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് കസ്ക്യൂട്ട പ്ലാന്റ്സിന് എത്തരത്തിലുള്ള റൂട്ട്സ് ആണുള്ളത്? ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അതിനാവശ്യമായ ന്യൂട്രിയൻസ് സ്വീകരിക്കാൻ, അതായത് അബ്സോർബ് ചെയ്യാനുള്ള, വലിച്ചെടുക്കാനുള്ള കഴിവുള്ള റൂട്ട്സ് ആണ് ഉള്ളത്. ദേ ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. അവയെ എന്താണ് വിളിക്കുന്നത്? ടോട്ടൽ പാരസൈറ്റ്സ്. അതായത് കസ്ക്യൂട്ട പോലെയുള്ള പ്ലാന്റ്സ് മുഴുവനായിട്ടും ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവർ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിരിക്കുന്നത്, അത് നിരീക്ഷിക്കൂ. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഓൾ ലിവിങ് ബീങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അതായത് ജീവിക്കാൻ വേണ്ടി എല്ലാ ലിവിങ് ബീങ്സും, ജീവനുള്ളവയും പ്രകൃതിയിലുള്ള എല്ലാ ജീവനുള്ളവയും ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ, മറ്റുള്ളവയെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ലിവിങ് ബീങ്സ്. നിങ്ങൾ ചുറ്റുപാട് നോക്കിയിട്ട് ഇതിലും കൂടുതൽ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ, അതായത് പരസ്പര ആശ്രയത്വത്തിൽ ജീവിക്കുന്ന ജീവനുള്ള ജീവികളുടെ പരസ്പര ആശ്രയത്വത്തിൽ ജീവിക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. എന്നിട്ട് അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കൂ.